രാവിലെ തന്നെ മാമീൻ്റെ വീട്ടിൽ വന്നാണ് പപ്പ ഈ കാര്യമായിട്ട് എഴുതുന്നത്. അവിടുത്തെ പരിപാടിക്കുള്ള ഷീറ്റ് റെഡിയാക്കുകയാണ്. അപ്പോൾ അവിടെ നോക്കി നിന്നപ്പോൾ എനിക്കൊരു ഗ്ലാസ് വെള്ളം കിട്ടി. ഞാൻ അതും കുടിച്ചിട്ട് ഞാനും മമ്മിയും കൂടി മെല്ലെ ഇറങ്ങിയിട്ടുണ്ട്. ഷീറ്റ് എഴുതൽ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇത് കണ്ട പാട് എനിക്ക് ഇവാനെ വല്ലാണ്ട് മിസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് ഇപ്പോൾ കണ്ടാലും ഓൻ അതിൽ കയറണം. അങ്ങനെ ഞാനും മമ്മിയും കൂടി നേരെ ഫുഡ് കോർട്ടിലേക്ക് പോയി. അവിടെ നമ്മൾ നേരെ വിട്ടത് അവിടുന്ന് ഗോകുലത്തിലേനും. അവിടുന്ന് പിന്നെ പഴംപൊരിയും മമ്മി ചായയും ഞാൻ ഈ ഗ്രേപ്പ് ബോളിൻ്റെ ജ്യൂസൊക്കെ വാങ്ങിച്ച് കുടിച്ച് കുറേ നേരം നമ്മളവിടെ പോസ്റ്റ് അടിച്ച് നമ്മളെ കൂടെ വേറെ ഒരാളുണ്ടായിരുന്നു. അതിനെയും കാത്ത് മമ്മി താടിക്ക് കൈയും കൊടുത്തൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ കുറേ നേരം നമ്മളവിടെ കാത്തി നിർത്തിപ്പിച്ചിട്ട് ഓൾ എത്തിയിട്ടുണ്ട്. ഇതാക്കണ്ട ഈ ബാഗും ഓളെ ചെറിയും കണ്ടോ. അങ്ങനെ എല്ലാ സ്ഥലത്തും നമ്മളിങ്ങനെ കാത്ത് നിർത്തിക്കലാണ് ഓളെ മെയിൻ പരിപാടി. അപ്പോൾ നെസ്റ്റോയിൽ ഭയങ്കര 99 ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടി പോയതാണ്. അങ്ങനെ അവിടെ എത്തിപ്പോണെ നമ്മൾ ഫുഡ് കഴിക്കാൻ നേരെ കയറി. കുറേ നേരം കാത്തു നിന്ന് ക്ഷീണിച്ചിട്ട് അങ്ങനെ നമ്മൾ അവിടുത്തെ എന്തോ ഒരു ഗ്രിൽഡ് ചിക്കനും പിന്നെ എന്തൊക്കെയോ നൈസ് പത്തിരിയും അങ്ങനെ ജ്യൂസും എന്തൊക്കെയൊക്കെ അതിന് ഓർഡർ ചെയ്തത്. ചിക്കൻ കാണാനൊക്കെ അടിപൊളിയാണെങ്കിലും കഴിക്കാൻ ഒട്ടും കൊള്ളത്തില്ലേനു. എങ്ങനെയൊക്കെ നമ്മൾ അവിടെ കഴിച്ചെടുത്ത് ബാക്കിയുള്ള ഓളെ ബാഗിൽ മെല്ലെ തട്ടി അങ്ങോട്ട് കൊടുത്തയച്ച്. അങ്ങനെ പിന്നെ നമ്മളെ ഷോപ്പിംഗ് തുടങ്ങി. ഒരൊറ്റല്ലാത്ത ഷോപ്പിംഗ് ചെയ്യനും എന്തൊക്കെയോ കണ്ട വാരി വലിച്ചിട്ട് അവസാനം മമ്മി കവർ സേവ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ച് 2 കവറും എടുത്ത് പിന്നെ അവിടുന്ന് വാങ്ങിച്ച കവറും ഒക്കെ കൂടി നിറച്ച് ഞങ്ങൾ അവിടുന്ന് പോകുന്നുണ്ട്. പിന്നെ മാളിലെത്തിയ വാഷ്റൂമിൽ പോയി ലിപ്സ്റ്റിക് ഇടൽ മെയിനാണല്ലോ. അതും കഴിഞ്ഞ് പിന്നെ നമ്മളിത് എസ്കലേറ്ററിൻ്റെ മേലെ കൂടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് നേരെ നമ്മൾ ഇവളോട് ടാറ്റ ബൈ ബൈ പറഞ്ഞു. ഇവൾ നേരെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോയി. നമ്മൾ പിന്നെ ഒരു ഓട്ടോയും വിളിച്ച് നേരെ വീട്ടിലേക്ക് വന്ന് ഇനി എവിടെയും തന്നെ തിരിയാൻ നമുക്ക് കയ്യില്ല. കാരണം കൈ നിറച്ച് കവറുകളാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, വേഗം ഓട്ടോയും പിടിച്ച് വീട്ടിലെത്തി.